മോക്ഷം നൽകുന്ന ഓച്ചിറ 12 വിളക്ക് മഹോത്സവത്തിന് തുടക്കമായതോടെ പരബ്രഹ്മസ്തുതികളാൽ മുഖരിതമായിരിക്കുകയാണ് ഓച്ചിറ ക്ഷേത്രവും പരിസരവും. പരബ്രഹ്മത്തെ ആരാധിച്ച് മോക്ഷം നേടാൻ വിശ്വാസികളെത്തുന്ന ദിവസങ്ങളാണ് വൃശ്ചികം 1 മുതൽ 12 വരെയുള്ള കാലഘട്ടം. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ അകലങ്ങളോ അതിരുകളോ ഒന്നുമില്ലെന്നും ഒന്നിന് മറ്റൊന്നില്ലാതെ നിലനിൽപ്പില്ലെന്നും ഓർമ്മിപ്പിച്ചു നിൽക്കുന്ന ഓച്ചിറ ക്ഷേത്രത്തിലെ 12 വിളക്ക് മഹോത്സവം ഒരു നാടിന്റെ തന്നെ ആഘോഷമാണ്. പരബ്രഹ്മ ചൈതന്യത്തിന്റെ മൂലസ്ഥാനം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 12 വിളക്ക് മഹോത്സവം നവംബർ 17 ആരംഭിച്ചു. പ്രത്യേക പൂജകളോ ശ്രീകോവിലോ പ്രതിഷ്ഠകളോ ഒന്നുമില്ലാത്ത അപൂർവ ക്ഷേത്രം കൂടിയാണിത്. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്ന ക്ഷേത്രമാണ് ഓച്ചിറ. രൂപമില്ലാത്ത പരബ്രഹ്മത്തെയാണ് ഇവിടെ ആരാധിക്കുന്നത്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന മൂർത്തിയാണ് ഓച്ചിറയിലെ പരബ്രഹ്മമെന്നാണ് വിശ്വാസം. മാത്രമല്ല, വിശ്വാസികൾക്ക് ഇവിടെ പ്രസാദമായി നൽകുന്നത് മണ്ണാണ്. കൂടാതെ വഴിപാടിലും ഈ വ്യത്യാസമുണ്ട്. 12 വിളക്ക് മഹോത്സവം വൃശ്ചികം 1 മുതൽ 12 വരെ എല്ലാ വർഷവും നടത്തപ്പെടുന്ന ആഘോഷമാണ് ഓച്ചിറ 12 വിളക്ക് മഹോത്സവം. 12 വിളക്ക് ആചരണത്തിന് പിന്നിൽ ചില വിശ്വാസങ്ങളുണ്ട്. പറയിപെറ്റ പന്തിരകുലത്തിലെ 12 പേരും പരബ്രഹ്മത്തെ ധ്യാനിച്ച് പൂജകൾ നടത്തിയതിന്റെ ഓർമ്മയിലാണത്രേ ഈ 12 വിളക്ക് മഹോത്സവം ആചരിക്കുന്നത്. 12 ദിവസവും ഭജനമിരുന്ന് പ്രാർത്ഥിച്ചാൽ പാപങ്ങൾ മാറി അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നും അത് ജീവിതത്തിലുടനീളം ഐശ്വര്യം നൽകുമത്രേ. സുപുത്രം സുജാനം സുമിത്രം കളത്രം വിചിത്രൈ സമാരാധ്യ മോക്ഷം പ്രയാതി.